രണ്ടാമത് അത് വാങ്ങിച്ചിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് കളയേണ്ട ഒരു വിഭാഗം വേണം. എന്നാലേ എല്ലാത്തിനും ഓപ്പോസിറ്റ് വരുള്ളൂ. വെറും യഹൂദികൾ എന്ന് പറഞ്ഞാൽ ശരിയാവോ? എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് വേണ്ടേ? അപ്പോൾ യഹൂദി എന്ന് പറഞ്ഞാൽ യഹൂദീനെ വെട്ടുന്ന ഒരു വിഭാഗം വേണം. തൗഹീദി ജ്ഞാനപ്രപഞ്ചത്തിലൂടെ ഖലീഫത്തുല്ലാഹിയുടെ നിയോഗത്തെക്കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിശുദ്ധ തൗഹീദിനെ ശരീഅത്ത്, ത്വരീഖത്ത് എന്നിങ്ങനെ വർഗീകരിച്ച് പരമസത്യം വിനഷ്ടമാകുന്നതിനെക്കുറിച്ചെല്ലാം മഹാനുഭാവൻ വിശദീകരിക്കുകയാണ്. ദുർഘടമായ ജീവിതപാതകളിൽ ആത്മസംസ്കരണത്തിൻ്റെ ഉന്നത സഹായവുമായി അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന യഥാർത്ഥ ഷെയ്ഖിൻ്റെ സാധുതയെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വർത്തമാനകാലത്തിലേക്ക് നീളുന്ന പവിത്രമായ പാരമ്പര്യയിലൂടെ മഹാനവറുകൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ്, ഒരു നാണയം ഉണ്ടെങ്കിൽ രണ്ട് വശം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിലൂടെ പറയും യഹൂദികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്കാലത്തും മുസ്ലിംസിൻ്റെ ശത്രുവാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പും തങ്ങളുടെ കാലം കൂടി വന്നത് പ്രത്യേകിച്ചും. അതിന് ചില കാരണങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ യഹൂദികൾ എന്ന് പറഞ്ഞാൽ അവർ മുൻകാലത്ത് ഓരോ അമ്പ്യാക്കന്മാരെയും വധിച്ചിട്ട് അവരെ ദോഷം പുറക്കാൻ വേണ്ടിയിട്ട് അവരെ പുത്രനുണ്ടാക്കി പൂജിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവരെ ഇത്ര ശപിക്കപ്പെടാൻ കാരണം. അവർക്ക് അള്ളാഹു ഓരോ അമ്പ്യാക്കന്മാരും അവരുടെ മുജിദാത് കൊണ്ട് അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ആ തെളിവിനെ അവർ അംഗീകരിക്കാതെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ അല്ലേ ഓടി രക്ഷപ്പെടാൻ വേണ്ടി അങ്ങ് പോയി ഒരു മരം വായു കൊള്ളുന്നു കൊടുത്ത് അല്ലേ, ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ വലിയ കറാമത്തല്ലേ, പക്ഷെ അവർ അംഗീകരിച്ചില്ല. അവർ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് ആ മരത്തിനെ മുറിച്ച് എന്നിട്ട് അവരെ പുത്രൻ ഉണ്ടാക്കി പൂജിച്ച് കൊന്ന ദോഷം തിന്നാതീരെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവരെ പുത്രൻ ഉണ്ടാക്കി പൂജിക്കുക. അതാണ് അമ്പ്യാക്കന്മാരെ ഈ യഹൂദികളുടെ സ്വഭാവം. അതുകൊണ്ടാണ് അവർ ഇത്ര ശപിക്കപ്പെട്ടു പോയത്. പക്ഷെ അവരിൽ ശപിക്കപ്പെട്ടൊരു വിഭാഗം ഇവിടെ വേറെ ഉണ്ട്. അതാരാന്ന് വെച്ചാൽ ഇപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു നാണയത്തിന് രണ്ട് തെറ്റ്. അപ്പോൾ ഒരു തെറ്റ് യഹൂദി ഇങ്ങനെ നിൽക്കും, മറുതെറ്റ് യഹൂദികൾ എങ്ങനെ നിൽക്കും? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പോൾ നിങ്ങളാരും വലിയ വിഷമിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ നെരിയക്കത്ത് മേടിച്ചിട്ടാണ്ട് ഓടിപ്പോയി അവനതിനെ ഇൻകാർ ചെയ്ത് അവൻ പരിഹാസിച്ച് നടന്ന് കുറേ കുറ്റവും കുറവും പറഞ്ഞ് അവനിക്കൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ യഹൂദികളെ വെട്ടുന്ന ഒരു പാരമ്പര്യം ഇവിടെ വേണം. അതാണ് ഇവർ ആര് നമ്മുടെ മുസ്ലിംസിൻ്റെ പേര് വെച്ചൊരു വിഭാഗം യഹൂദികൾ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വാങ്ങിച്ചിട്ട് എതിർക്കുന്നവരുണ്ട്, വാങ്ങിക്കാത്തത് സത്യമാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും എതിർക്കുന്നവരുണ്ട്. കാരണം അവർ അബൂതാലിബ് പറഞ്ഞ മാതിരി അബൂജാൽ പറഞ്ഞ മാതിരി അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അബൂജാൽ ഒരിക്കൽ പറഞ്ഞു ഉത്തുബത്തിനോട് പറഞ്ഞേ, അല്ല മുഹമ്മദിൻ്റെ മതം നല്ല മതമാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിൽ നമ്മൾ അംഗീകരിച്ചാൽ ഇപ്പം നമ്മുടെ ഈ കള്ളുകൂടിയും പെണ്ണെടുത്തൊന്നും നടക്കില്ല. നല്ല മതമൊക്കെ നല്ലതാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ അംഗീകരിച്ചേ ചെയ്യാവില്ല. അതാണ് ഇപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവരുടെ കസേര അവർ കളയാൻ റെഡിയല്ല, അവർ ചെറുതാവാനും റെഡിയല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് താവാനും അവർ റെഡിയല്ല. അതാണ് അഹങ്കാരം. അതാണ് യഹൂദികളെ വെട്ടണ മറുവിഭാഗം ഒരു നാണയത്തിൻ്റെ മറുതിട്ട്. കാരണം യഹൂദികൾ അത്ര കണ്ട് മുസ്ലിംസിൻ്റെ ശത്രുവാണ്. എന്നിട്ട് പിന്നെ അവർ ഓതണത് അവരും ഖുർആൻ ഉദ്ദേശിച്ചൊക്കെ തന്നെ പറയണേ. അപ്പോൾ വിളിച്ചിട്ടറിയാമല്ലോ, 5,27,000 കൊല്ലം ദുനിയാവിൽ വിവാഹത്തെടുത്താൽ അവൻ ദുനിയാവിൽ സൂസ് ചെയ്യാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല. അതുകൊണ്ടാണ് ഓരികൾ മാർബിളിൻ്റെ കഷം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സൂസ് ചെയ്യില്ല. ദുനിയാവിലൊക്കെ വിലീസ് സൂസ് ചെയ്യാമെന്ന് പറയും. അതാണ് അപ്പോൾ അതിൻ്റെ തത്വം. അപ്പോൾ ഈ എതിർപ്പ് പണ്ടുള്ളതാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും, ഇനി ഉണ്ടാവും. ഇനിയിപ്പോൾ പറഞ്ഞാൽ യഹൂദികൾ ഇനിയിപ്പോൾ കേവം പൊളിക്കും, അതും പൊളിക്കണ യഹൂദികൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ അള്ളാഹ് കൊല്ലും പറ്റുമോ? അള്ളാഹ് റസൂലിന് കൊല്ലും പറ്റുമോ? ഒന്നും പറ്റില്ല. ഇവർക്കൊക്കെ അവിടെ നിന്ന് നാളെ അള്ളാഹ് ശരിക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല പത്തിരി ഇറച്ചി, അതായത് നല്ല പത്തിരിയുടെ ചെടിയും ഷൂ ഒക്കെ അവിടെ ഉണ്ടാവും. അതിലും വലുത് നമ്മുടെ സമൂഹത്തിന് ധിക്കരിച്ച് പോയവർക്കുണ്ടാവും. അതാരും സംശയിച്ചിരിക്കണ്ട. നമ്മുടെ ഇസ്ലാമിൻ്റെ ലക്ഷ്യം, മൂമിൻ്റെ ലക്ഷ്യം ആക്കിപത്ത് നന്നായി മരിക്കില്ല. അപ്പോൾ അമ്പ്യാക്കന്മാരെയും തൗഹീദിനെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ലക്ഷ്യം ആക്കിപത്ത് മോശമായിട്ട് ചാവില്ല. അപ്പോൾ ചിരിച്ചു മരിക്കുന്ന പരിപാടി മോമിനിങ്ങൾക്കുള്ളതാണ്. അതിൻ്റെ ഇവർക്ക് വലിയ വിഷമമുണ്ട്. കാരണം അംഗീകരിക്കാൻ റെഡിയല്ല. ഇവരിപ്പോൾ പറയണ ഞങ്ങൾ 10-18 കൊല്ലം കിതാബോധി, ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്, 35 മാർക്കും കെട്ടും കോട്ടുമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിൽ നിന്ന് ഷെയ്ഖ് ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളിൽ നിന്ന് ഔല്യം ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളല്ലാതെ ഇവിടെ ആരും പാടില്ല. ഇതാണ് ഇപ്പോൾ പണ്ടേ സംഘടനയുടെ തീരുമാനം.
അപ്പം അത് അവരൊരു തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പണ്ഡിതന്മാരെ ഒരൊറ്റ അമ്പിയാക്കന്മാരെയും സഹാബാക്കളെ അവർക്ക് വിശ്വസിക്കാൻ പാടില്ല. ഖുർആനും ഹദീസും തന്നെ അവർക്ക് വിശ്വസിക്കാൻ പാടില്ല. എന്ത് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം 1,24,000 അമ്പിയാക്കന്മാർ ഏത് കോളേജിൽ പോയി 35 മാർക്ക് മേടിച്ചത്? അത് കഴിഞ്ഞ് സഹാബാക്കളെ നോക്ക്, ഏത് കോളേജിലാണ് പോയി ഏത് 35 മാർക്കും കൊണ്ട് അവരുടെ അടുത്തുള്ളത്? അള്ളാഹു റസൂൽ അവരെ ഹൃദയം പരിശോധിച്ചപ്പോൾ തിരിച്ചെടുത്ത ആൾക്കാരാണ്. അതാണ് അമ്പിയാക്കന്മാരും സഹാബാക്കളും അവർ തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരും. അള്ളാഹ് തിരഞ്ഞ് പരിശോധിച്ചെടുത്തതാ. ഇതാണ് ഇന്നത്തെ പണ്ഡിതന്മാരുടെ സംഘടന. ഏത് സംഘടനയായാലും പണ്ഡിത സംഘടന ഉണ്ടാക്കി എന്തിനാണെന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിച്ച് പറഞ്ഞ് തിരിക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ 2 ദിവസം അതിനും വേണ്ടി തന്നെ ആയിരിക്കണം. 1921 തുടങ്ങിയതാണ് കേരളത്തിൽ. ഈ കേരളത്തിൽ മാത്രമേ ശൈഖന്മാരെ എതിർപ്പുള്ളൂ. കേരളം വിട്ട് ബാക്കി 22 സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഏത് വെള്ളിയാഴ്ചയും ശൈഖന്മാരും ഔലിയാക്കന്മാരെയും മസാലയുള്ളൂ. ശൈഖന്മാരെയും അമ്പിയാക്കന്മാരെയും. നമ്മുടെ കേരളത്തിലോ അതിന് നേരെ ഓപ്പോസിറ്റ്. മെമ്പർമാർ കയറി കഴിഞ്ഞാൽ കവറി കിടക്കുന്നത് ഹയാത്തിലുള്ളത് തെറി വിളിക്കുന്ന ജോലിയാണ് ഈ ഡിഗ്രിക്കാരും 35 പണ്ഡിതന്മാരെ ജോലി. ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് നടക്കും. അതായത് ഒരു ഹദീസുണ്ട്, യൂസിക്കുവാൻ ഏത്തി അലന്നാസി സമാനൻ ലാ യബുക്ക മിനൽ ഇസ്ലാമി ഒലാ യബുക്ക മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദവും ആമിറത്തും ഈ ഹറാബും മിനൽ ഹുദ ഉലമാവും ഷർറുമിൻ ദഅതി ഹദീനി സമായി വഹറജുൽ ഫിത്നത്തു വഫീഹിം ദഅസു. അങ്ങനെ ചുരുക്കമാണ് പറഞ്ഞാലേ അവസാന കാലത്ത് എൻ്റെ ഉമ്മത്തികൾക്ക് വരാൻ പോണ കാലത്തിനെ പറ്റി പറഞ്ഞാൽ, അപ്പോൾ അന്ന് പള്ളികൾ പെരുക്കും, ഇസ്ലാം പെരുക്കും, ഇസ്ലാമിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഖുർആൻ്റെ വിവിധകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആകാശത്തിൻ്റെ താഴെ ഭൂമിക്ക് മുകളിലായിട്ട് ഒരു വിഭാഗം ദുഷിക്കപ്പെട്ട പണ്ഡിതന്മാരുണ്ടാവും. അവർ ഫിത്ന ഉണ്ടാക്കും. ആ ഫിത്ന അവരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അവർ ശപിക്കപ്പെട്ട പണ്ഡിതന്മാർ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, നമ്മളാരും പറയണതല്ല. ഞാൻ ഈ ഹദീസ് ഓതലിൻ്റെ പേരിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ശേഖ് പണ്ഡിതന്മാരെ കുറ്റം പറയണേ. പണ്ഡിതന്മാരെ ഞാൻ കുറ്റം പറയണില്ല. ഹോസ്ല തന്നെ പറഞ്ഞ അവസാന കാലത്തെ പണ്ഡിതന്മാർക്ക് ഹൽക്കുവിട്ടിൽ കീഴ്പ്പെട്ടിറങ്ങില്ലാന്ന്. അസ്സാലി ഇമാം ഉദാഹരണം പറഞ്ഞ് അവസാന കാലത്ത് തേനെന്ന് പറയുന്ന സാധനം മരണവായനും മനുഷ്യനെ തൊട്ടു കൊടുക്കാം അല്ലേ? പക്ഷെ അത് പന്നിത്തോലിന് നിറച്ച് കഴിഞ്ഞാലോ മുസ്ലിമിന് ഹറാമായി. അവസാന കാലത്ത് ഇറങ്ങുന്ന പണ്ഡിതന്മാരെ പറ്റി ഉദാഹരണം അസ്സാലി ഇമാം പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ പോയി പണ്ഡിതന്മാരെന്താ ചെയ്യുക? പിന്നെ അത് പറയുമ്പോൾ വേറൊരു വിഷയം. ഇപ്പം നമ്മളൊക്കെ സാധാരണ വയത് പറയുമ്പോൾ എല്ലായിടത്തിലും ഓതാറുണ്ട്, യക്കൂനൂബിയാകരിതമായ ദജാലുന കഥാപുനെന്ന് പറഞ്ഞ് നീട്ടിപ്പിടിച്ചൊരു ഹദീസ് ഓതും. പിന്നെ അതിൻ്റെ അടിയിൽ റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, സയക്കൂന ജമാഅത്തെ യക്കൂലൂന ലിന്നാസി നഹനു ഉലമാവും ഒമഷായും നാദൂക്കും ഇലെത്തി. എന്താ പറഞ്ഞത്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും സഹാബാക്കളും കൂടി മദീനത്ത് ഒരാശരിക്കുമ്പോൾ പറഞ്ഞൊരു വാശിയാണ്. അതായത് അവസാന കാലത്ത് ദജ്ജാൽ ഇറങ്ങും, ദജ്ജാലിനെ പറ്റി എനിക്ക് പേടിയില്ല, അത് എല്ലാ സമൂഹക്കാർക്കും അറിയാം, ദജ്ജാൽ വരുമെന്ന് പോകുന്നു. പക്ഷേ യഹൂദികൾ മാത്രം അവരെ പ്രമോചക നായകനായിട്ട് ദജ്ജാലിനെ കണക്കാക്കി വെച്ചേക്കാണ്. തന്നെയല്ല, ദജ്ജാൽ വരുമ്പോൾ ബാബിലൊന്നിൽ ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 70,000 യഹൂദികൾ അവൻ്റെ കൂടെ മുസ്ലിമുകളെ കൊല്ലാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങുമെന്ന് പറഞ്ഞു ഈ ദജ്ജാൽ. അപ്പോൾ ആ ദജ്ജാലിനെ പറ്റി അല്ലാഹുവിൻ്റെ റസൂലിന് വേഷം പോലും പേടിയില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എൻ്റെ ഉമ്മത്തേളിൽ നിന്ന് 2 വിഭാഗം ദജ്ജാലന്മാരിറങ്ങും, അവരെയാണ് എനിക്ക് പേടിയെന്ന് പറയും, അവരെയാണ് എനിക്ക് പേടിയെന്ന് പറയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ച് തങ്ങൾ അതാരാ ചെയ്യുക? അവർ അത് ഒരു വിഭാഗം പണ്ഡിതന്മാരും ഒരു വിഭാഗം ശൈഖന്മാരും എന്ന് പറയും. അതാണിപ്പോൾ പണ്ഡിത സംഘടനയിലുള്ളത്. അല്ലെങ്കിൽ പറ അത് കളിക്കട്ടെ എന്തേ ചെയ്യണമല്ലേ? അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് തന്നെ ഇപ്പോൾ നടക്കണുള്ളൂ. ഇനിയിപ്പോൾ ഇതിനൊക്കെ ആദ്യം തീരുമാനം വരണമെങ്കിൽ സമാധാനം ഇവിടെ മുസ്ലിമിനെ കിട്ടി എന്തെങ്കിലും ഇസ്ലാം വരണം. അതിന് വലിയ താമസമൊന്നുമില്ല, അടുത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് പിന്നെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമുകൾക്ക് എവിടെയും കൊല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 1400 കടന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ടുള്ള വിഷയം പറയാൻ കൊള്ളില്ല എന്ന് പറയും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിർബന്ധം തങ്ങൾ പറയണം, 1400 കൂട്ടക്കൊല്ലേ ഞങ്ങളോട് പറയാൻ കൊള്ളില്ല എന്ന് പറയും.